ഏറ്റവും ആശ്വാസകരമായ വാർത്ത വയനാട്ടിൽ നിന്നും വരുന്നു. വയനാട്ടിലെ ആളെക്കൊല്ലി കടുവ കൂട്ടിലായി 10 ദിവസമായി കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയായിരുന്നു. ജിൻസ് തോട്ടുംകര വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ജിൻസ്, ഏറ്റവും ആശ്വാസകരമായ വാർത്ത നാട്ടുകാരെ സംബന്ധിച്ച് അത്രത്തോളം ആശങ്കയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. ഇപ്പോൾ നല്ലൊരു വാർത്ത അവിടെ നിന്നും വരുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? രഞ്ജിനി, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാഗേരിയിലെ നരഭോജി കടുവ ഈ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ കുടുങ്ങി എന്നുള്ളതാണ്. ഈ യുവാവിനെ കൊലപ്പെടുത്തി ഏകദേശം 10 ദിവസം പിന്നിടുമ്പോഴാണ് ഈ കടുവ കൂട്ടിൽ കുടുങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വനംവകുപ്പ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് കടുവ നിരീക്ഷണത്തിലാണ്, ഉടനെ തന്നെ പിടികൂടും എന്നുള്ളതായിരുന്നു. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഇവിടെ നിലനിന്നിരുന്നു. ഈ 10 ദിവസമായിട്ടും കടുവയെ പിടികൂടാത്ത വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കടുവ കൂട്ടിൽ കുടുങ്ങി എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്തയാണ് എന്തായാലും നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെ ഈ ഭാഗത്ത് ഫോറസ്റ്റ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തും. കുറച്ചു മുൻപെയാണ് ഈ സംഭവം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ ആശ്വാസകരമാണ്. ഈ ആദ്യം സ്ഥാപിച്ച കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത്. ഈ പ്രജീഷിനെ കൊലപ്പെടുത്തി ഏകദേശം 200 മീറ്റർ അകലെ കാപ്പിത്തോട്ടത്തിനടുത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത്. ഈ പ്രദേശത്ത് നിലവിൽ ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ എത്തും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കടുവയെ മയക്കുവെടിവെച്ച് കൊല്ലണം എന്നുള്ള ഇതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് നാട്ടുകാരുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഇതിനെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് തുടർ നടപടിയിലേക്ക് നടക്കും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. രഞ്ജിനി, വയനാട്ടിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു. വാഗേരിയിലെ പ്രദേശവാസികളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. പക്ഷേ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ ഒരുപക്ഷെ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്.